വയനാട്ടുകുലവൻ തെയ്യംകെട്ടിനെത്തുന്ന പതിനായിരങ്ങളെ ഊട്ടാനുള്ള പച്ചക്കറികൾ വിളയിച്ചെടുത്ത ഒരു ഗ്രാമം. കാസർഗോഡ് ബാരിക്കാട് പുതിയപുര തറവാട് തെയ്യംകെട്ട് ഉത്സവത്തിന്റെ കലവറ നിറയുക ഇങ്ങനെ കൃഷി ചെയ്തെടുത്ത വിളകൾ കൊണ്ടാണ്. പച്ചക്കറി വിളവെടുപ്പ് നാടിന്റെ ജനകീയ ഉത്സവമായി മാറി. ഒരു നൂറ്റാണ്ടിന് ശേഷം ആഘോഷിക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനൊരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ബാരിക്കാട് പുതിയപുര തറവാട്. ഉത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ ചടങ്ങിലേക്കുള്ള പച്ചക്കറികളുടെ ശേഖരണം നടന്നു. പൂർണ്ണമായും ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സദ്യയ്ക്കുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ചടങ്ങുകൾ. ബാരിക്കാട് ദേശക്കാരുടെ ഓർമ്മയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബാരിക്കാട് പുതിയപുര തറവാട്ടിൽ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. 3 ദിനങ്ങളിലായി ദേശക്കാരായ മുഴുവൻ പേരും തറവാട്ട് സന്നിധിയിലെത്തും. 1,00,000-ലധികം പേർക്ക് ഉത്സവകാലത്ത് സദ്യ വിളമ്പാനുള്ള മുന്നൊരുക്കമായിരുന്നു ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയും വിളവെടുപ്പും. മത്തനും വെള്ളരിയും ഇളവനുമെല്ലാം സമൃദ്ധമായി വിളഞ്ഞ പാടത്ത് ആഘോഷപൂർവ്വമായിരുന്നു വിളവെടുപ്പ്. തറവാട്ട് സ്ഥാനികരും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും വിളവെടുപ്പിൽ സജീവമായിരുന്നു. ബാരിക്കാട് പുതിയപുര തറവാട്ടിൽ നടക്കാൻ പോകുന്ന വയനാട്ടുകുലവൻ മഹോത്സവത്തിന്റെ ഭാഗമായി ബാരിക്കാട് പ്രദേശം ഒന്നാകെ ആ നാടൊന്നാകെ ചേർന്നുകൊണ്ട് ഇവിടെ പച്ചക്കറി വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അതിന് വിളവെടുപ്പാണ് ക്ഷേത്ര സ്ഥാനികന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഈ മഹോത്സവം വളരെ 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന മഹോത്സവത്തിന് വളരെ നല്ല രീതിയിൽ അന്നദാനം കൂടി ഒരുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിളവെടുപ്പ് നടത്തിയത്. ഈ വിളവെടുപ്പ് നടത്തിയതിന് സഹകരിച്ചിട്ടുള്ള മുഴുവൻ എല്ലാ ആൾക്കാർക്കും ഇതിന്റെ ആഘോഷ കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കണ്ടനാർ കേളനും വയനാട്ടുകുലവനും ഉൾപ്പെടെ 8-ലധികം തെയ്യക്കോലങ്ങൾ തറവാട്ട് സന്നിധിയിലെ തെയ്യംകെട്ട് മഹോത്സവത്തിലുണ്ടാകും. തീയ സമുദായത്തിന്റെ ആചാരസ്ഥാനികരാണ് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. പാടിക്കഴകത്തിന് കീഴിലുള്ള ദേശത്തെ പ്രമുഖ തറവാടാണ് ബാരിക്കാട് ദേശത്തെ പുതിയപുര തറവാട്. നൂറ്റാണ്ടിന് ശേഷം വരുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവാഘോഷ കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.